ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മുടെ സെന്റ് തോമസ് ഡേയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ജോമലച്ച, മിസ്റ്റർ വിജി തെരേസ സിസ്റ്റർ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, സ്നേഹമുള്ള കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും നമ്മൾ കാണുകയാണ് അല്ലേ? വീണ്ടും 27 വർഷത്തിന് ശേഷം ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നതിൽ, അടുത്തടുത്ത് കാണുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സെന്റ് തോമസ് ഡേയുടെ ആഘോഷത്തിനായി ഇന്ന് നമ്മളിവിടെ ഒരുങ്ങിയിരിക്കുമ്പോൾ, നമ്മളായിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ടീച്ചേഴ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളിലും അവതരിപ്പിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് സെന്റ് തോമസ് ഡേ? എന്താണ് സെന്റ് തോമസ് ഡേക്ക് നമുക്കൊരു പേര് പറയുന്നത് നമ്മൾ, അതെന്താണ്? ദുഃഖദാന. എന്താണ് ദുഃഖദാന എന്നതിന്റെ അർത്ഥം? ദുഃഖദാന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓർമ്മ തിരുനാൾ എന്നാണ്. അപ്പോൾ എന്തിന്റെ ഓർമ്മയാണ്? ഞാൻ പറയാം. വിശുദ്ധ തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്ന് സഭ സ്ഥാപിച്ചതിന്റെ, വിശ്വാസികളെ വാർത്തെടുത്തതിന്റെ, 7 പള്ളികൾ സ്ഥാപിച്ച് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിച്ചതിന്റെ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നതിന്റെ ഒക്കെ കാരണം വിശുദ്ധ തോമസ് ലീഹയാണ്. തോമസ് ലീഹയുടെ തിരുനാളിന്റെ നടത്തുന്ന സന്ദേശം പറഞ്ഞായിരുന്നു, തോമസ് ലീഹ ഭീരുത്വത്തിന്റെ വ്യക്തിത്വമല്ല, ധൈര്യത്തിന്റെ വ്യക്തിത്വമാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന വിശുദ്ധ തോമസ് ലീഹ. ഇന്ന് നമ്മൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് എല്ലാവിധ ദുഃഖദാന തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. കൂടുതൽ വലിയ പരിപാടികളൊക്കെ നിങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിനെല്ലാം നിങ്ങൾക്ക് ആശംസ നൽകിക്കൊണ്ട് എല്ലാവർക്കും